ക്രിസ്റ്റൽ പാലസിനെതിരെ ചെൽസി ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ടാക്ടിക്കലി എങ്ങനെ സെറ്റപ്പ് ചെയ്തു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ ആസ് യൂഷ്വൽ ഒരു 4-2-3-1 ഫോർമേഷൻ തന്നെയാണ് ചെൽസി സെറ്റപ്പ് ചെയ്തത്. പക്ഷേ ഓൺ ദ ബോൾ അതൊരു 3-5-2 ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. അപ്പം ഓൺ ദ ബോൾ ബാക്ക് ത്രീ എന്ന് പറയുന്നത് ജെയിംസ്, ബാദിഷ്യല് ആൻഡ് ചലബോ ആയിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ കുക്കറിലാണ് അപ്പ് ഫ്രണ്ട് പോയിക്കൊണ്ടിരുന്ന ഫുൾ പാക്ക്. പിന്നെ കൈസിഡോ ഡീപ്പ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പുള്ളി കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുള്ളി കാര്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നത് മറ്റേറ്റയുടെ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ സാന്റോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വാർട്ടൺ ആൻഡ് ഹ്യൂഗ്സ് ഇവർ രണ്ടുപേരും സെലക്റ്റീവായിട്ട് സാന്റോസ് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻസോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അതുപോലെ തന്നെ പുള്ളി കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ബോളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ബിറ്റ്വീൻ ദ ലൈൻസ്. പിന്നെ അതുപോലെ തന്നെ ജാവോ പെഡ്രോ സ്ട്രൈക്കറായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പുള്ളി ഒത്തിരി ഇറങ്ങി വന്ന് ലിങ്ക് പ്ലേസിലൊക്കെ ഏർപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ പാലസിൻ്റെ സെൻറ്റർ ബാക്സിന് അവരുടെ ഒരു കംഫർട്ട് പൊസിഷൻ വിട്ടിട്ട് മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഫുൾ ബാക്കിനെ പിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു പെഡ്രോ നെറ്റോയുടെ ഒരു റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ എസ്റ്റാബോയുടെ കാര്യം പറയുകയാണെങ്കിൽ എസ്റ്റാബോ വാസ് മോർ ഓർ ലെസ് ഒരു സെക്കൻഡ് നമ്പർ 10 എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഹാഫിൽ ഇന്നലെ കളിക്കുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഡോമിനേറ്റിംഗ് ആയിട്ട് കളിച്ചിട്ടുള്ളത് ക്രിസ്റ്റൽ പാലസ് തന്നെയാണ്. അതിനുള്ള പ്രധാന കാരണം ചെൽസിയുടെ മിഡ്ഫീൽഡിൽ വന്ന പൊസിഷനിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. കാര്യം ഐസിഡോ ആണെങ്കിലും സാന്റോസ് ആണെങ്കിലും ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണ് അവരുടെ പൊസിഷൻസ് വന്നത്. അതുപോലെ തന്നെ അൻസോ ആണെങ്കിൽ കുറച്ച് ഹയർ അപ്പ് ദ പിച്ചാണ് പുള്ളിയുടെ പൊസിഷൻസ് വന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ബോൾസ് എല്ലാം ക്രിസ്റ്റൽ പാലസ് ആയിരുന്നു വൺ ചെയ്യുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇൻറ്റൻസിറ്റി ചെൽസിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതലായിരുന്നു. ചെൽസി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാം കമ്പോഷറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ക്രിസ്റ്റൽ പാലസ് എപ്പോൾ മിസ്റ്റേക്ക് വരുത്തോ അപ്പോൾ പണിഷ് ചെയ്യുക എന്നുള്ള രീതി തന്നെയായിരുന്നു. കാര്യം ഈ മിഡ് ബ്ലോക്ക് ഇട്ട് കളിക്കുന്ന ടീമുകൾ ആദ്യം സ്കോർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവരെ പിന്നെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ചെൽസി വാസ് ട്രൈങ് ടു സ്കോർ ഫസ്റ്റ്, അല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസ് എങ്ങനെയാണെങ്കിലും ആദ്യം സ്കോർ ചെയ്യരുത് എന്നുള്ളൊരു വാശി ചെൽസിക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞായിരിക്കും എസ്റ്റബോയുടെ ഗോൾ മാത്രമായിരുന്നു. ഒരു ഗോളിന് കുശം വന്നതോടുകൂടി സെക്കൻഡ് ഹാഫിൽ ചെൽസി അവരുടെ ടെമ്പോ കൂട്ടി എന്നുള്ളതാണ്. കുക്കറോലയ്ക്ക് പകരം ജെയിംസിനെ ഹയർ അപ്പ് ദ പിച്ച് വിട്ടു. റൈറ്റ് സൈഡിൽ എസ്റ്റബോയുടെ കൂടെ പുള്ളി ഒരു ഓവർലോഡ് ചെയ്തു എന്ന് പറയാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ പെഡ്രോനെറ്റ് വിടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ക്രിസ്റ്റൽ പാലസിൻ്റെ ബാക്ക് ലൈൻ വളരെ സ്ട്രെച്ച്ഡ് ആയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻസോ കൂടുതൽ വെർട്ടിക്കൽ റൺസ് നടത്താൻ തുടങ്ങി. റിസ്കി പാസുകൾ പുള്ളി കളിക്കാൻ തുടങ്ങുന്നു. സാന്റോസ് ആണെങ്കിലും ഒത്തിരി ഹൈ പ്രസ്സുകൾ ചെയ്യാൻ തുടങ്ങി. സെലക്റ്റീവായിട്ട് ഫസ്റ്റ് ഹാഫിൽ പ്രസ് ചെയ്ത സാന്റോസ് സെക്കൻഡ് ഹാഫിൽ വന്നപ്പം ഒത്തിരി ഹൈ ആയിട്ട് പ്രസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ചെൽസിയുടെ രണ്ടാമത്തെ ഗോൾ വരുന്നത്. രണ്ടാമത്തെ ഗോൾ വന്നതും ചെൽസി ടെമ്പോ പിന്നെയും കുറയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കമ്പോസ്ഡ് ആയിട്ട് പ്രോപ്പറായിട്ട് കളിച്ചു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പെനാൽറ്റി കിട്ടി. പെനാൽറ്റിയിലൂടെ മൂന്നാമത്തെ ഗോളും നേടി എന്നുള്ളതാണ്. അപ്പം ദാറ്റ്സ് ഓൾ ഗൈസ്.